രാമനാട്ടുകര സംഭവം നമുക്കറിയാം, നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. വളരെയധികം ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. നാളിതുവരെ കണ്ടത് ഒന്നുമായിരുന്നില്ല ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നൊരു സംഭവമായിരുന്നു. പലരുടെയും പേരുകൾ പല രാഷ്ട്രീയം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കണം എന്നാണ് ഈ ചരൽ ഫൈസൽ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. മോത്തി, പ്രധാനമായും ഈ കേസിലെ പ്രതികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ കേസിലെ പ്രധാനപ്പെട്ട ആളുകൾ, ഈ കേസിൽ സ്വർണം കൊണ്ടുവന്ന ആളുകൾ, ഈ പൊട്ടിക്കൽ സംഘത്തെ പിടികൂടാനെത്തിയ വൻ തോക്കുകളുണ്ട്, അവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് രാമനാട്ടുകരയിലാണ്. ഈ സ്പോട്ടിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. 2021 ജൂൺ 21 പുലർച്ചെ 4:30യോടെയാണ്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ചെറിയൊരു തെരുവിൽ കച്ചവടം നടത്തുന്ന ഒരാളുണ്ട്. അവിടെയാണ് ഈ ബൊലോറോ കാർ മറിഞ്ഞ് 3-4 തവണ തലകീഴായി മറിഞ്ഞ ശേഷം അപകടമുണ്ടായത്. വലിയ വേഗതയിലായിരുന്നു ആ വാഹനം സഞ്ചരിച്ചിരുന്നത്. ഈ ജൂൺ 21 രാത്രിയുടെ പ്രത്യേകത, കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം, ഏകദേശം ഞാൻ ഈ സ്പോട്ടിൽ നിന്നും ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഈ കരിപ്പൂർ വിമാനത്താവളം ഉള്ളത്. ആ കരിപ്പൂർ വിമാനത്താവളം അന്ന് കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരു വലയത്തിലായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. അതായത് ഈ അർജുൻ നായങ്കിയുടെ നേതൃത്വത്തിൽ ഈ കള്ളക്കടത്തുകാരുടെ സ്വർണം പൊട്ടിക്കൽ സംഘം എത്തുന്നത് അറിഞ്ഞ് അതിനെ നേരിടാൻ വേണ്ടി വിവിധ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഗ്യാങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്തിയ ഒരു ഗ്യാങ്ങാണ് ഇപ്പോൾ പറയുന്ന ഈ ചരൽ ഫൈസൽ ഉൾപ്പെടെയുള്ള ചെർപ്പുളശ്ശേരിയിലെ ടീം. അത് ചരൽ ഫൈസൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അമാന ജ്വല്ലറിയുടെ അമാന ടീമിൻ്റെ കൊട്ടേഷൻ അനുസരിച്ച് അവരെത്തിയതാണ്. അങ്ങനെ വിവിധങ്ങളായ ജ്വല്ലറി ഗ്രൂപ്പുകൾ അന്ന് ഈ കൊട്ടേഷൻ സംഘത്തെ ഇങ്ങോട്ട് അയച്ചിരുന്നു, ഈ പ്രദേശത്തേക്ക് അയച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അർജുൻ നായങ്കിയെ പിടികൂടിയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഏറ്റവും മറ്റൊരു കൗതുകരമായ കാര്യം, കസ്റ്റംസ് അന്ന് ഈ സ്വർണം കൊണ്ടുവന്ന ഷെഫീഖ് എന്ന യുവാവിനെ, മണ്ണാർക്കാട് സ്വദേശിയായ ഷെഫീഖിനെ 2.5 കിലോ സ്വർണം, ഏകദേശം 1 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണവുമായി കരിപ്പൂരിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഈ വിഷയം ഈ സംഘങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ സ്വർണം ഈ കള്ളക്കടത്ത് പൊട്ടിക്കാനെത്തിയ അർജുൻ നായങ്കിയെ പിടികൂടാൻ വേണ്ടി പുറത്തു നിന്നും ഈ സംഘമുണ്ടായി അർജുൻ നായങ്കിയെ പിന്തുടരുകയായിരുന്നു. ഈ അപകടമുണ്ടായ ബൊലേറോ വാഹനം കുറച്ച് അമിത വേഗതയിൽ പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അമിത വേഗതയിൽ പോയി മുൻപിലായി ഒരു ഇന്നോവ കാറും ഒരു സ്വിഫ്റ്റ് കാറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ ബൊലേറോ വാഹനം കുറച്ച് ദൂരെ, നമ്മൾ ദിശയിൽ കാണുന്ന ആ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്നും പെട്ടെന്ന് യൂട്ടേൺ അടിച്ച് തിരിച്ച് കരിപ്പൂർ ഭാഗത്തേക്ക് തന്നെ വരികയായിരുന്നു. അപ്പോഴാണ് വലിയ അപകടമുണ്ടായത്. ഈ പ്രദേശം ഒരു സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതായത് ഒരു വളവ് കൂടിയുള്ള സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഈ അപകടം അന്ന് ഉണ്ടായത്. ഏകദേശം 5 പേർ അവിടെ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു. ഈ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് അപകട സംഭവ സമയത്തുണ്ടായിരുന്നു ഇവിടെ. സംഭവം കഴിഞ്ഞൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? അത് ദൃക്സാക്ഷികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 വണ്ടി ഓവർ സ്പീഡിലായിട്ട് രാമനാട്ടുകര ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് ആ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് തിരിച്ച് വന്നിട്ട് അതിലൊരു വണ്ടിയാണ് ആക്സിഡൻ്റ് ആയതെന്ന് പറയും. 2 വണ്ടിയാണ് മുന്നിൽ പോയിട്ട് ബാക്കിയുള്ള വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറയുന്നത്. 5 പേരും ആ തൽക്ഷണം തന്നെ 5 പേരും ബോഡി റോട്ടിൽ വീണ് കിടക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിന്നീട് പോയി അവരാദ്യം പാസ് ചെയ്തിട്ടുണ്ട്, പിന്നെ തിരിച്ച് രണ്ടാമത് വന്നതാണ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ അവർ വരുന്നേ ഉള്ളൂ. കള്ളക്കടത്ത് സംഘത്തിൻ്റെ ആണെന്നൊക്കെ അറിയായിരുന്നു? അത് അറിയില്ലായിരുന്നു. പിന്നെ ന്യൂസ് ചാനലിൽ വന്നപ്പോഴാണ് അതെന്താണെന്നുള്ള അറിയുന്നത്. സ്വാഭാവിക ആക്സിഡൻ്റ് എന്ന് എല്ലാവരും കരുതിയത്. കരിപ്പൂർ എയർപോർട്ട് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണല്ലോ ഇവിടുന്ന്. ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒക്കെ യാത്രയൊക്കെ ഇതുവഴി ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ അങ്ങനത്തെ എക്സ്പീരിയൻസ്? അങ്ങനെ ഞങ്ങൾ അറിയില്ല, അങ്ങനത്തെ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ഈ ന്യൂസ് വന്നപ്പോഴാണ് ഇത് സംഭവം എന്താണെന്നുള്ള അറിയുന്നത്, ഇങ്ങനെയാണെന്നുള്ള അറിയുന്നത്. ഓക്കെ, മോത്തി നാട്ടുകാരനാണ്, ഈ ഹോട്ടൽ നടത്തിപ്പുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിൽ അമിത വേഗതയിലായിരുന്നു ഈ വാഹനങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും നാട്ടുകാരൊക്കെ ആദ്യഘട്ടത്തിൽ വെറും ഒരു വാഹനാപകടം എന്ന് മാത്രമായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. 5 പേർ മരിച്ച വാഹനാപകടം എന്നുള്ളായിരുന്നു. പിന്നീടാണ് അടുത്ത നിമിഷം തന്നെ ഇത് പിന്നിൽ വലിയ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരു അവരുടെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാവുകയും പിന്നീട് അന്വേഷണം പോവുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സ്വർണം കൊണ്ടുവന്ന ആളുകൾ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, ആരാണ് ഇവിടെ ഏജൻസിയായി നിന്നിരുന്നത്, അവരെ ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിമർശനം തുടക്കം മുതൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ആ വിമർശനം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു കാര്യം, ഈ പ്രതികളായ ചില ആളുകൾ, ഈ സുഫിയാൻ ഉൾപ്പെടെയുള്ള പ്രതികളായ ചില ആളുകളുണ്ട് കൊടുവള്ളി കേന്ദ്രീകരിച്ച്. ആ സംഘത്തിൽപ്പെട്ട പ്രതികളായ ആളുകൾ നമ്മളോട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ പണം വാങ്ങി, അന്വേഷണ സംഘം ഈ പണം വാങ്ങി ഈ വൻകിടക്കാരെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അതേസമയം തന്നെ നിരവധിയായ ആളുകളെ, ചെറുപ്പക്കാരെ, ഇതുമായി ബന്ധപ്പെട്ട് അന്ന് വിമാനത്താവളത്തിൽ വന്ന നിരവധിയായ ആളുകളെ
പിടികൂടുകയും അവരിൽ നിന്ന് പണം വാങ്ങി പണം ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി ഈ പ്രതികൾ നടത്തിയിരുന്നു. ഏതായാലും ഈ ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തൽ ഈ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ്. അതായത് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ ഈ സംഘത്തിൻ്റെ ഈ സ്വർണത്തിൻ്റെ ഉടമസ്ഥരായ ആളുകൾ ഇത് കൊണ്ടുവരുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ വൻകിടക്കാരായ ആളുകളെ പോലീസ് ഒന്നും ചെയ്തില്ല. അവരിൽ നിന്ന് ഒരുപക്ഷെ പണം വാങ്ങിയോ അല്ലാതെയോ ഒക്കെ അവരെ രക്ഷപ്പെടുത്തി. മറിച്ച് ഇതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഇതിൻ്റെ കരിയർമാരായ ആളുകൾ അല്ലെങ്കിൽ ഇവരെ നേരിടാനെത്തിയ ആളുകൾ ഇവരെ മാത്രമാണ് പിടികൂടിയത് എന്നുള്ളൊരു വിമർശനം അന്വേഷണ സംഘത്തിനെതിരെ പ്രതികൾ ഈ ചേസിംഗിൽ അപകടമുണ്ടായതിനെ കുറിച്ച് മാത്രമാണ് പോലീസ് പറയുന്നത്. അപകടം ഉണ്ടായത് ആരൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോഴും സ്വർണം പൊട്ടിക്കലാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. എങ്കിൽ ഇത് ആർക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത്, ആരാണ് സ്വർണം കടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അരുൺ, അതുതന്നെയാണ് ഷഹീദും ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്. ഇതൊരു അപകടം നടന്നു, അപകടത്തിൽ മരണം സംഭവിച്ചു, അതിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ പങ്കെടുത്ത ഒരു ചേസ് ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വലിയ വൻ തോക്കുകളിലേക്ക് അന്വേഷണം ഇനിയും എത്താത്തത് എന്നതിന് ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളോട് ചരൽ ഫൈസൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇങ്ങനെ സ്വർണ്ണക്കടത്ത് നിർബാധം തുടരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സ്വർണം അവിടെ നിന്ന് കൊണ്ടുവരുന്നവരെ പിടിക്കുന്നു, അവർ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത്തേക്കൊന്നും അന്വേഷണം പോകുന്നില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും അത് ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. പലപ്പോഴും സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതൊന്നും വ്യക്തമാകാറില്ല. ഈ സ്വർണം കൊണ്ടുവന്ന ആളെ മാത്രം ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാത്രം പോകുന്നു. പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു സംഘടിതമായി നടക്കുന്ന പ്രവർത്തനമാണ്, ഒരു വ്യക്തി നടത്തുന്ന പ്രവർത്തനമല്ല. ഒരു കൂട്ടം വ്യക്തികൾ സംഘടിതമായിട്ട് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനമാണ്. അതാണ് ഈ വെളിപ്പെടുത്തലിൽ നിന്നും നമ്മളുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതിലേക്ക് പോലീസ് അന്വേഷണമോ കസ്റ്റംസ് അന്വേഷണമോ പോയിട്ടേയില്ല. ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകൂ. കാരണം ഇപ്പം ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘങ്ങളുടെ പ്രവർത്തനം. അവർ അവിടെ നിന്നാണ് കാരിയർമാരെ കണ്ടെത്തിയിട്ട് സ്വർണം കൊടുത്തുവിടുന്നത്. ഈ കാരിയർമാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ തന്നെ പ്രത്യേക ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പല തട്ടുകളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ താഴെത്തട്ടിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഏറ്റവും മുകളിലുള്ള ആരാണെന്നുള്ളതും വ്യക്തമാകാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അതിനെ പൊളിക്കുക, അതിനെ പൊളിച്ചാൽ മാത്രമേ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന് തന്നെ പറയാമോ. കാരണം രാജ്യത്തിന് കിട്ടേണ്ട നികുതിയാണ് ഇത്തരത്തിൽ ഈ സംഘാംഗങ്ങൾ വെട്ടിക്കുന്ന. അങ്ങനെ വലിയ രീതിയിലുള്ള നഷ്ടം രാജ്യത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ കൃത്യമായ അന്വേഷണം വേണം, ശക്തമായ നടപടി വേണം. അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തലിലൊക്കെ വ്യക്തമാണ്. രാമനാട്ടുകര കേസിൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനികൾ വിലസുകയും വളരെ ലക്ഷറിയിൽ ജീവിക്കുകയും ചെയ്യുകയും സാധാരണ കടത്തുകാരൻ മാത്രം അവരുടെ ജീവിതം പ്രശ്നത്തിലാവുകയുമാണ് ചെയ്യുന്നത്. ഈ നമ്മൾ തുറന്നു പറഞ്ഞാൽ നക്കാപ്പിച്ച കാശിനു വേണ്ടിയൊക്കെ ആയിരിക്കും ഇവരിൽ പലരും, അല്ലെങ്കിൽ ഈ വിമാനക്കൂലി ലാഭിക്കാനൊക്കെ വേണ്ടിയായിരിക്കും പലരും ഈ കാരിയർമാരായി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതം, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തുടർന്നുള്ള ജീവിതം ഭാസുരമാക്കാൻ എന്തെങ്കിലും ഒന്ന് ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ പാവപ്പെട്ടവരെ കെണിയിലാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോഴും വൻതോക്കുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഈ അമാന ഗ്രൂപ്പിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇതിലേക്കൊക്കെ ഇനിയെങ്കിലും അന്വേഷണം എത്തുമോ എന്ന കാര്യത്തിലാണ് അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടവരൊക്കെ തന്നെയാണ് ഈ കാരിയർമാരാകുന്നത്. അവരുടെ ഗത്യന്തരമില്ലാതെ മറ്റു വഴികളൊന്നുമില്ല. കാരണം പലപ്പോഴും വിദേശത്തൊക്കെ പോയിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് തൊഴിൽ കിട്ടാതെ അവിടെ കുടുങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക് തിരികെ വരാനായിട്ടുള്ളൊരു മാർഗം എന്ന നിലയിലാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ടിക്കറ്റ് കൊടുക്കും, ഈ കൊണ്ടുവന്ന് സ്വർണം കൈമാറുമ്പോൾ കുറച്ച് തുകയും കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പലരും കാരിയർമാരാകുന്നത്. അല്ലാതെ അവർക്കൊരു വലിയ ബിസിനസ് ആയിട്ടൊന്നും കാണാറില്ല. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകാം. അപ്പോൾ സാധാരണക്കാരാണ് ഇതിൽ വിക്ടിമാകുന്നത്. അവർ മാത്രമാണ് ഇതിൽ വിക്ടിമാകുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ ശക്തികൾക്ക് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ പറയാം. അതായത് ഈ രാമനാട്ടുകര സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഇക്ബാൽ അമാനയുടെ പേര് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇക്ബാൽ അമാന ആരാണ് ഞങ്ങൾക്കറിയില്ല. അമാന ജുവലറി എന്ന് പറയുന്നുണ്ട്. ഇക്ബാൽ അമാന ആരാണ് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ്, എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ് കസ്റ്റംസ് പോലും പറയുന്നത്. പക്ഷേ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ല, ഗൂഗിൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഒരു പേരെന്തെങ്കിലും കിട്ടും. അയാളാണോ എന്നെങ്കിലും പരിശോധിക്കണ്ടേ? അതുപോലും പരിശോധിക്കുന്നില്ല എന്നിടത്താണ് ഇവർ വിലസുന്നത്. അതിനകത്ത് ഈ ഉദ്യോഗസ്ഥ കള്ളക്കടത്ത് സംഘങ്ങളുടെ ബന്ധം
നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് 2023 ഒക്ടോബറിൽ കരിപ്പൂർ കേന്ദ്രീകരിച്ച് ഒരു ഉദ്യോഗസ്ഥ സംഘവും കള്ളക്കടത്ത് സംഘവും തമ്മിൽ ചേർന്ന് പ്രവർത്തിച്ച ഒരു ഗ്യാങ്ങിനെ കേരള പോലീസ് പിടികൂടിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ തന്നെ ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്വർണം കടത്തുന്നുണ്ട്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും പ്രധാനപ്പെട്ടത് ആരാണ് എന്ന് ഈ അധികൃതർക്കൊക്കെ വ്യക്തമാണ് എന്നത് പച്ചവെള്ളം പോലെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ കണ്ണടച്ചിരുട്ടാക്കുന്നത്? അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല? ഈ സ്വർണം പെട്ടെന്ന് പൊട്ടിമുളച്ചു വരുന്ന ഒന്നല്ല, ഇത് കൊടുത്തുവിടുന്നവരുണ്ട്, അതിവിടെ ആർക്കെങ്കിലും വേണ്ടി എത്തിക്കുന്നതാണ്, അവരുടെ കൈകളിലേക്ക് ഇത് എത്തുന്നുണ്ട്, തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം വരട്ടെ. അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി എക്സ്ക്ലൂസീവായി ഈ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്.